ഹലോ, വെൽക്കം ടു മൈ തായ്ലൻഡ് വ്ലോഗ്. ഞങ്ങൾ ഭയങ്കര ലേറ്റായിട്ട് രാത്രിയാണ് തായ്ലൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. പിന്നെ വേഗം എങ്ങനെയൊക്കെയോ എണീറ്റ് പുറത്തിറങ്ങി. അത്ര കഷ്ടപ്പെട്ട് തായ്ലൻഡ് വരെ എത്തിയതല്ലേ, എന്നാൽ പിന്നെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാണ്ട് പറ്റുമെന്ന് വെച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ അറിയാവുന്ന എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതേ ഈ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയി. അഹാന കൃഷ്ണയുടെ വീഡിയോസിൽ എപ്പോഴും കണ്ടിട്ട് ഞാൻ ആക്ച്വലി കൊതിച്ചിരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലേക്ക് പോയി. അവിടുത്തെ മെനു തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ കാണാത്തതായ പല കാര്യങ്ങളും പല ഡിഷസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ 2 തായ് കറീസ് ഓർഡർ ചെയ്തു. ഒന്ന് പോർക്കും പിന്നെ ഒന്ന് ഡക്കും, പിന്നെ ഒരു സാലഡും മോർണിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ദെൻ ഈ ഒരു ഡെസേർട്ടും കൂടി ഓർഡർ ചെയ്തു. അങ്ങനെ ഡേ 2 ആയി. ഈ കാണുന്നത് മൊത്തം ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ ഏരിയ ആണ്. ഞങ്ങളൊരു മോളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം ഫുഡായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ, കയറി ചെല്ലുമ്പോൾ തന്നെ മോളായിക്കോട്ടെ എല്ലാ സ്ട്രീറ്റ്സ് ആയിക്കോട്ടെ എല്ലായിടത്തും ഫുഡാണ് മെയിൻ. നമ്മൾ കാണാത്തതായ പല പല സാധനങ്ങളും അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ കൂടി കണ്ടിട്ട് ഞാൻ കണ്ണ് തള്ളിയിട്ട് നിൽപ്പായിരുന്നു. പിന്നെ എന്തൊക്കെയോ വാങ്ങി ഞങ്ങൾ അവിടുന്ന്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ ഈ തായ്ലൻഡ് വരെ പോയതെന്ന്. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അതൊക്കെ തന്നെയായിരുന്നു പരിപാടി എന്തായാലും. അങ്ങനെ നമ്മൾ മുകളിൽ ഫുഡ് കോർട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയി. ഈ സംഭവത്തിന് ആക്ച്വലി ഉണ്ടല്ലോ ദോശയുടെ ഉള്ളിൽ ഒരു ക്രീം വെച്ച ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതായിരുന്നു ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. വെറ്റിലയുടെ ഉള്ളിൽ ലെമണും പിന്നെ പച്ച ഓണിയനും ആൻഡ് കുറച്ച് പീനട്സും ഷ്രിമ്പും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഇത് കടിച്ചപ്പോൾ ഉണ്ടല്ലോ വായുടെ ഉള്ളിൽ ശരിക്കും ഒരു ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ് ആയിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ ഇത് ഡൂറിയൻ ഫ്രൂട്ടിന്റെ സ്റ്റിക്കി റൈസ് ആണ്. നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് പോലെ തന്നെ കാണാൻ ഏതാണ്ട് ചക്ക പോലെ തന്നെ ഇരിക്കും. കഴിക്കാനും അതെ കുറച്ചൊക്കെ ചക്കയുടെ പോലത്തെ ടേസ്റ്റാ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ, എനിക്കിഷ്ടായി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കുറേ നടന്ന് പോയപ്പോൾ എനിക്ക് കാല് വേദനിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു തായ് മസാജ് അങ്ങോട്ട് ആവാമെന്ന്. തായ്ലൻഡ് വരെ പോയിട്ട് മസാജ് ഇല്ലാണ്ട് പിന്നെ എന്താഘോഷം. അപ്പം ഞാനൊരു ഫുഡ് മസാജും പിന്നെ ബാക്ക് ആൻഡ് നെക്ക് മസാജും ചെയ്തു. ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണത്. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും നടത്തം തുടർന്നു. ചൈന ടൗണിലേക്ക് പോയി. ചൈന ടൗണിലും കുറേ നമ്മളിവിടെ ഉണ്ടല്ലോ എന്തൊക്കെ കഴിച്ചാലും നമുക്ക് പിന്നെ വിശക്കാൻ വലിയ പണിയൊന്നുമില്ല, കാരണം ഇങ്ങനെ നടക്കാനുള്ള മെയിൻ പരിപാടി. ചൈന ടൗണിൽ പോയിട്ട് ഞങ്ങൾ കസ്റ്റേർഡ് ബൺ കഴിച്ചു. എൻ്റെ ദൈവം, ഇതുണ്ടല്ലോ എന്ത് ടേസ്റ്റായിരുന്നു അറിയോ അതിന്. എനിക്ക് അവിടെ പോയി കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതാ. പിന്നെ ഈ ആളെ കണ്ടോ, നമ്മുടെ BBQ ക്രോക്കഡൈൽ മുതല കിടക്കണ കിടപ്പ് കണ്ടോ. ആ ചേച്ചി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കണില്ലേ, ആ സാധനമൊക്കെ ക്രോക്കഡൈലിൻ്റെ മീറ്റാ. പിന്നെ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ അപ്പുറത്ത് നിന്നിട്ട് പൊറോട്ട അടിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തായ്ലൻഡിൽ പൊറോട്ട ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ സംഭവം വാങ്ങിച്ചു. ഇവരിതിനെ പറയുന്നത് റോട്ടി എന്നാട്ടോ. റോട്ടിയും പിന്നെ ഇത് കറി മസാമാൻ ചിക്കൻ കറി ആയിരുന്നു. കണ്ടാൽ നമ്മുടെ ചിക്കൻ കറിയുടെ ഏതാണ്ട് ഒരു ചായ ഇല്ലേ. റോട്ടി നമ്മുടെ കറക്റ്റ് പൊറോട്ടയുടെ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ഈ മസാമൻ കറി പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റാ. ഇത് ആക്ച്വലി സദേൺ തായ് കുസീന അത്ര. പിന്നെ ഇതിന്റെ പേര് പാട്ട് പാവ് ക്രോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോ പറയാന്ന് എനിക്കൊരു ഉറപ്പില്ല കേട്ടോ. ദിസ് വാസ് ആക്ച്വലി പോർക്കും റൈസും പിന്നെ ബേസിൽ ലീവ്സില്ലേ നമ്മുടെ തുളസി, അതിൻ്റെ സ്റ്റർ ഫ്രൈ ആണ്. ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ ആക്ച്വലി ഒരു റൈസ് വെക്കും, കാരണം അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അപ്പം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് ഉണ്ടാവും. ഈ ക്യൂട്ട് സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഇത് ആക്ച്വലി നമ്മുടെ ടാപ്പിയോക്കയുടെ ഒരു സാധനമായിരുന്നു. അങ്ങനെ പല പല കേൾക്കാത്തതും കാണാത്തതും അറിയാത്തതുമായ പല പല സാധനങ്ങൾ തിന്ന് പിന്നെ നമ്മൾ മസിൽസിൻ്റെ ഓംലെറ്റ് വരെ എത്തിയിട്ടുണ്ട്.
ഇതെനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എൻ്റെ ഭർത്താവ് സത്യം പറയാലോ സീ ഫുഡ് കഴിച്ച് അർമാദിച്ച് ആഘോഷിക്കായിരുന്നു. സൂഷി കഴിച്ചുകൊണ്ടിരിക്കുക. സൂഷി കഴിച്ചപ്പോഴേ പിന്നെ നമ്മുടെ എന്തായിരുന്നു സാൽമൺ റോ ആയിട്ടുള്ള സാൽമൺ സഷിമി അത് കഴിച്ചു. ഇതൊക്കെ എങ്ങനെ കഴിക്കാൻ പറ്റണേന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എൻ്റെ ഭർത്താവ് കഴിക്കണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ വിചാരിച്ചു ഞാനും എന്നാ പിന്നെ ധൈര്യം സംഭരിച്ചൊന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ട്രൈ ചെയ്യണ എൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ കാണും. സോയ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് ഞാനത് ഒരുവിധം വായിലിട്ടു. വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്തായാലും വായിലിട്ടു. അത് ഇനി എൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ. പണി പാളി എന്നുള്ളത് ഇപ്പം മനസ്സിലായി. ഗൈസ്, ഇത് കഴിച്ചത് മാത്രം ഓർമ്മയുള്ളൂ. ഞാൻ നേരെ പോയി ഛർദ്ദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസത്തിന് ഞാൻ ഒരു ഐസ്ക്രീമും ബണ്ണൊക്കെ കൂടിയുള്ളൊരു ഡെസേർട്ട് കഴിച്ച് ആശ്വസിച്ചു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. ഷോപ്പിംഗ് ഓഫ് കോഴ്സ്. ഇവിടെ നല്ല ചീപ്പായിട്ട് ഈ എക്സ്പോർട്ട് സർപ്ലസ് അങ്ങനത്തെ ഐറ്റംസ് കുറേ കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു സൺഡേ ബ്രഞ്ച് ബുഫേ കഴിക്കാൻ വേണ്ടി വന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ആട്ടോ അത്. ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കുറച്ചിറങ്ങി നടന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് വീണ്ടും റോ ആയിട്ടുള്ള സാധനം കഴിക്കാൻ തുടങ്ങി. ഇത് ഓയിസ്റ്റർ ആണ്. ഓയിസ്റ്റർ റോ ആയിട്ടാണ് കഴിക്കുന്നത്. അതിനെ ഷെല്ലിൽ നിന്ന് ആദ്യം നമ്മളിങ്ങനെ കുത്തി കുത്തി പുറത്ത് എടുക്കണം, എന്നിട്ട് നേരെ വായിലേക്ക് ഇടുക ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ പ്രത്തുനാം നൈറ്റ് മാർക്കറ്റിലേക്ക് പോയി. പക്ഷെ നൈറ്റ് മാർക്കറ്റ് വേണ്ടത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾക്ക് മഴ കിട്ടി. ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയപ്പോൾ നൈറ്റ് മാർക്കറ്റ് ഫുള്ള് പുറത്താ. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ഗൈസ്. എന്തൊക്കെയായിരുന്നു അറിയോ, എനിക്ക് കുറച്ചു നേരം കൂടെ അവിടെ നടക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇത്രയൊക്കെ കണ്ട് നമ്മൾ അടിച്ചു പൊളിച്ചല്ലേ. സോ നൈറ്റ് മാർക്കറ്റും കണ്ട് ക്ഷീണിച്ച് കുറേ ദൂരം നടന്നതാണല്ലോ. അപ്പോൾ പിന്നെ ക്ഷീണിച്ച് ഞങ്ങൾ നേരെ ടുക്ടുക്കിൽ കയറി റൂമിലേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഫ്ലൈറ്റിലും കയറാറായി. എത്ര പെട്ടെന്നാണെന്നറിയോ 4 ദിവസം പോയത്. എന്തായാലും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.